ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ ഒരു സാരി കളക്ഷൻ വീഡിയോയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ എല്ലാവരും കാണണം. ഒരുപാട് ഷോർട്സും വീഡിയോസും ഒക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സാരിയാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഓർമ്മകളുള്ള സാരിയാണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മൾ കസവിൻ്റെത് പട്ടിൻ്റെ ഒക്കെ സാരി ആദ്യമായിട്ട് ഞാൻ ഉടുക്കുന്നത് എൻ്റെ എൻഗേജ്മെൻറ്റിനാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാരിയാണ്. ഇതിന് ഒരു മെറൂണിനകത്തൊരു ഗോൾഡൻ വർക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആണെങ്കിൽ ബോർഡർ ആണെങ്കിൽ ഇങ്ങനെ പൂക്കൾ വന്നിട്ട് ഇതാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ നല്ല എന്താ പറയുക, കല്ല് വർക്കാണ്. കണ്ടോ, ഫുള്ള് കല്ലിൻ്റെ വർക്കാണ് ഈ സാരിയിൽ ഫുള്ള് വന്നിട്ട്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സാരിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ എന്താ പറയുക, ഈ കല്ലും ഇത് ബോർഡറിൻ്റെ ഒക്കെ നല്ല കസവിൻ്റെയാണ്. അപ്പോൾ നല്ല വെയിറ്റാണ് സാരിക്ക്, നല്ല വെയിറ്റാണ്. അപ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ ഉടുത്തു പോകാൻ പറ്റത്തില്ല. നമ്മൾ നല്ലതുപോലെ അറേഞ്ച് ചെയ്ത് നല്ലതുപോലെ ഡ്രേപ്പ് ചെയ്ത് ഉടുക്കേണ്ടുന്ന ഒരു സാരിയാണ്. പക്ഷേ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. സെക്കൻഡ് വണ്ണ ഇതാണ്. എൻ്റെ ജീവൻ്റെ ജീവൻ എന്ന് വെച്ചാൽ എൻ്റെ കല്യാണ സാരിയാണ്, എൻ്റെ മാരേജിൻ്റെ സാരിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ പന്തലിൽ ഉടുത്തോണ്ട് കയറത്തില്ലേ, ആ സാരിയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് വൺ. തേർഡ് വൺ ഇതാണ്. ഇതെന്ന് വെച്ചാൽ മന്ത്രകോടിയാണ് കേട്ടോ. കല്യാണത്തിന് നമ്മൾ പന്തലിൽ ചേട്ടൻ തരുന്ന സാരിയാണ്. ഇത് ഉടുത്തിട്ടാണ് നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകുക. അപ്പോൾ ആ സാരിയാണിത്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഈ കളറ് വാടാമല്ലി കളറ്. വാടാമല്ലി കളറിനകത്ത് നിശ്ചയത്തിൻ്റെ അതേ ഒരു പാറ്റേണാണ് ഇത്. വാടാമല്ലി കളറിനകത്ത് ഗോൾഡൻ വർക്ക് വന്നിട്ട് ഫുള്ള് കല്ലാട്ടോ. ഇതായിരുന്നു റിസപ്ഷൻ്റെ സാരി കേട്ടോ. ഇതെന്ന് വെച്ചാൽ ബനാറസ് സിൽക്കാണ് കേട്ടോ. ഇതിന് ഫുള്ള് ത്രെഡിൻ്റെ വർക്കാണേ, ഫുള്ള് ത്രെഡ് വർക്കാണ്. ഇത് ഞാൻ അങ്ങനെ ഒരുപാടൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് കല്യാണത്തിൻ്റെ ആവശ്യത്തിനായിട്ട് എടുത്ത സാരി. ഇത് ഞങ്ങൾ മറുവീടിന് നമ്മളുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വരുമല്ലോ, അപ്പോൾ അന്ന് ചെറിയ ഫങ്ഷനും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അന്ന് കൊടുത്ത സാരി. അത് ഇതുപോലെ തന്നെ ത്രെഡ് വർക്കാണ്. പക്ഷേ ഇത് എക്സ്ട്രാ ഒരു ഇതും കൂടെ വരുന്നുണ്ട്, ഒരു മിറർ വർക്ക് കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണെങ്കിൽ എനിക്ക് ഓണത്തിന് ചേട്ടൻ എടുത്തു തന്ന സാരി. ചേട്ടൻ അങ്ങനെ ഒരുപാട് സാരിയൊന്നും എടുത്തു തന്നിട്ടില്ല. സ്കൂളിലൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ കുറേ സാരിയൊക്കെ എടുത്തു തന്നിട്ടുണ്ട്. എന്നാലും ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്കൊരുപാട് സാരിയൊന്നും ഇല്ല തന്നെ, കുറച്ച് സാരി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും എനിക്കിഷ്ടമാണ്. ഇതെന്ന് വെച്ചാൽ രണ്ട് കളറും, ബ്ലാക്കിനകത്ത് ഇങ്ങനെ വന്നിട്ട് താഴെ ബോർഡർ ഉണ്ടോ, ബോർഡർ ഇങ്ങനെയാണ്. മുന്താണിയാണെങ്കിൽ ഇങ്ങനെ വരും. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാരിയാണ്. ഇത് സെറ്റ് സാരിയാണ്. ഇത് ഗുരുവായൂർ വെച്ച് എനിക്ക് സൈലേട്ടൻ എടുത്ത് തന്ന സാരിയാണ്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് എടുത്തത്. ഇതിനകത്ത് കണ്ണൻ്റെ വർക്കാണ്. കണ്ണനും മയിൽപ്പീലിയൊക്കെയാണ് കേട്ടോ. ഓടക്കുഴയിൽ വളർത്തുന്ന കണ്ണനാണ് ഈ സാരി. ടിഷ്യൂ വർക്കാണ്, ടിഷ്യൂ സാരിയാണ് കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാരിയാണ്. ഇത് ചേട്ടൻ്റെ ചേച്ചിയുടെ മോൻ്റെ കല്യാണത്തിന് എടുത്ത സാരിയാണ്. ഇത് ഒരു കസവിൻ്റെയൊക്കെ മോഡലാണെങ്കിലും പക്ഷെങ്കിൽ ഒട്ടും എന്താ പറയുക, നല്ല നൈസാണ് കേട്ടോ. നമ്മൾ ഉടുത്താലും വെയിറ്റ് ഒന്നും ഒന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉടുക്കുകയും ചെയ്യാം. നല്ലൊരു മെറ്റീരിയലാണ് ഈ സാരി കേട്ടോ. ഈ സാരിയും ഇതെനിക്ക് സിംഗപ്പൂരിൽ നിന്ന് ചേട്ടൻ എടുത്ത സാരി കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഇത് വാടാമല്ലി കളറിനകത്ത് ഒരു വയലറ്റും കൂടി മിക്സ് ചെയ്ത ഒരു കളറാണ്. ഇതിൻ്റെ ബോർഡർ ആണെങ്കിൽ നല്ല വീതിയുള്ള ബോർഡറൊക്കെയാണ്. പിന്നെ മുന്താണിന്ന് വെച്ചാൽ മുന്താണിയിൽ ഒരുപാട് വർക്കൊന്നും വരുന്നില്ല, ഇതുപോലുള്ള ഇതേ വരുന്നുള്ളൂ കേട്ടോ. പക്ഷെ മുന്താണിയും ഒരു സ്കൈ ബ്ലൂ ആണ്. സ്കൈ ബ്ലൂവും ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കലർന്നെയാണ്.
ഇതും എനിക്ക് സൈലേട്ടൻ എടുത്ത് തന്നതാണേ. ഇത് ബ്ലാക്കിനകത്ത് ഒരു വൈറ്റിഷ്, ബ്ലാക്ക് എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു നോർമൽ ബ്ലാക്ക് അല്ല, ഒരു വെൽവെറ്റ്, ഒരു ഇത് വരും നമ്മൾ ഉടുക്കുമ്പോൾ, ഒരു സിൽക്കിൻ്റെ ഒക്കെ പോലെ അതുപോലെ ഉള്ളൊരു ബ്ലാക്ക്. ഇതെന്ന് വെച്ചാൽ സ്കൂൾ യൂണിഫോം സാരിയാണ്. ടീച്ചേഴ്സ് എല്ലാവർക്കും ഒരേ ടൈപ്പിലെ സാരി, ഒരേ മോഡൽ സാരി നമ്മൾ എടുക്കുമല്ലോ, സ്കൂൾ യൂണിഫോം, ആ സാരിയാണ് കേട്ടോ. ഇതിനകത്ത് ഇതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ വന്നിട്ട് ഒരു പിങ്കും അല്ല, ഒരു റെഡും, രണ്ടും കൂടെ കലർന്ന ഒരിതാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പാടായിരുന്നു ഒരുപോലെ എടുക്കാനൊക്കെ. ഒരുവിധം ഗോൾഡൻ ഷെയ്ഡും പിങ്ക് ഷെയ്ഡും എല്ലാ ബ്ലൗസും ചെയ്ത്. ഇതാണ് ഇതിൻ്റെ മുന്താണി. ഓക്കെ, ഇത് എൻ്റെ അമ്മയുടെ സാരിയാണ്. ഞാൻ വീട്ടിൽ പോയപ്പോൾ കുറേ സ്കൂളിൽ പോകുമ്പോൾ അമ്മ കുറേ സാരി ഡെയിലി വേണമല്ലോ, അപ്പോൾ അമ്മ എനിക്ക് കുറേ സാരി തന്നായിരുന്നു. കുറേ സാരി ഞാൻ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തു. പിന്നെ കുറേ സാരി എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിലൊരു ഫേവറേറ്റ് സാരി ആയത് കേട്ടോ. ഇത് അമ്മയുടെ സാരിയാണ്, പക്ഷേ ഇതും എനിക്കിഷ്ടം. ഇതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയ സാരി കേട്ടോ. ഇത് പക്ഷേ ഞാൻ അങ്ങനെ ഉടുത്തിട്ടൊന്നുമില്ല, എനിക്ക് അത്ര ഇതില്ല ഈ സാരിയോട്. കുഴപ്പമില്ല എന്ന് വെച്ചാൽ സ്കൈ ബ്ലൂവിനകത്ത് ഒരു ഗ്രീൻ വർക്കാണ് കേട്ടോ. പക്ഷെ ഞാനങ്ങനെ ഉടുത്തിട്ടൊന്നുമില്ല, ഒരുപാടൊന്നും ഉടുത്തിട്ടൊന്നുമില്ല. ഓക്കെ. നേരത്തെ ഒരു ബ്ലാക്ക് കളർ കാണിച്ചില്ലേ, അതിൻ്റെ ഒരു ഗ്രീനാണ്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഇതുപോലെ വരും. ഇതെനിക്ക് സൈലേട്ടൻ എടുത്ത് തന്ന സാരിയാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതും എനിക്ക് സൈലേട്ടൻ എടുത്ത് തന്ന സാരിയാണ്. എനിക്ക് കൂടുതലും ഡ്രസ്സെല്ലാം എൻ്റെ സൈലേട്ടൻ തന്നെ എനിക്ക് എടുത്ത് തന്നിട്ടുള്ള കേട്ടോ. വേറെ ആരെന്ന് വെച്ചാൽ കല്യാണത്തിന് മുമ്പ് ഒരുപാട് കോളേജിലൊക്കെ ഉള്ളപ്പം ചുരിദാറൊക്കെ പപ്പ വാങ്ങിച്ചിരുന്നു. പക്ഷെ അതെല്ലാം കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ഒരു 1 ഇയർ അല്ല, അതിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ കൂടെ അങ്ങ് പോയായിരുന്നല്ലോ. അപ്പോൾ എനിക്കിതൊന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ല ചുരിദാറെല്ലാം അമ്മ വർക്ക് എല്ലാവർക്കും കൊടുത്തു. വെറുതെ ഇരുന്ന് നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ എനിക്ക് അവർ ഓണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾക്കൊക്കെ അല്ലേ എടുത്ത് തരാറുള്ളൂ. പിന്നെ കൂടുതൽ സാരിയൊന്നും അങ്ങനെ എടുക്കാറില്ല, ചുരിദാറൊക്കെ എടുത്ത് തരുന്നത് ഓണത്തിനും അങ്ങനെയൊക്കെയുള്ള ഒക്കേഷനിൽ. പിന്നെ കൂടുതലും സാരിയൊക്കെ എനിക്ക് എടുത്ത് ഉള്ളതിൽ കൂടുതൽ സാരി എടുത്ത് തന്നിട്ടുള്ള എനിക്ക് സൈലേട്ടൻ തന്നെ കേട്ടോ. ഇതും എനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് തന്നതാണേ. ഇത് സൈലേട്ടൻ്റെ ചേട്ടൻ എനിക്കെടുത്ത് തന്ന സാരി കേട്ടോ. ആദ്യമായിട്ടും അവസാനമായിട്ടും എന്ന് പറയാം. ആദ്യമായിട്ട് വരുമ്പോൾ അങ്ങനെ ഡ്രസ്സ് കൊടുക്കുക അങ്ങനെ ഉണ്ടല്ലോ, ആദ്യത്തെ ഓണത്തിന് അങ്ങനെ അവരെനിക്കെടുത്ത് തന്ന സാരിയാണ്. മെറൂണിനകത്തൊരു ഗോൾഡൻ കളറേ, പക്ഷെ നല്ല വർക്കുണ്ട് കേട്ടോ. ഒരുപാട് വർക്കുള്ള സാരിയാണ്. നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴാണെങ്കിൽ ഇച്ചിരി കട്ടിയൊക്കെ തോന്നുമെങ്കിലും പെട്ടെന്ന് ഉടുക്കാനും പറ്റും, നല്ല ഇതായിട്ട് വൃത്തിയായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയും കൂടെ കേട്ടോ. ഇത് ഞാൻ എടുത്തയാണെന്ന് തോന്നുന്നു. ഈ സാരി എനിക്ക് അത്ര ഓർമ്മയില്ല, ഇത് ഞാൻ എടുത്തയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ എടുത്ത സാരിയാണ്. ജിമിക്കി കമ്മൽ ട്രെൻഡിങ് ആയിരുന്ന സമയത്ത് ജിമിക്കി കമ്മൽ മോഡൽ ഒരുപാട് ചുരിദാർ ഇറങ്ങി, പിന്നെ സാരി ഇറങ്ങി, അങ്ങനെ ഞാൻ എടുത്ത സാരിയാണ്. ഈ സാരി എനിക്കിഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് കണ്ടോ ജിമിക്കി കമ്മലിൻ്റെ ഇതാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് സിൽക്കാണ്, പിന്നെ ഇവിടെ ബ്ലൂ, പിന്നെ ഇവിടെ യെല്ലോ ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് ഇതിൻ്റെ മിക്സ് കളർ. ഈ സാരി ഞാൻ വാങ്ങിയ സാരിയാണ്. ഒരുപാട് വർക്കൊന്നുമില്ല, ഒരു നോർമൽ സാരി അത്രേ ഉള്ളൂ. ഈ സാരി എൻ്റെ ഫേവറേറ്റ് ആയിട്ടോ. ഇത് സൈലേട്ടൻ്റെ ഓണർ എനിക്ക് ഗിഫ്റ്റ് തന്ന സാരിയാണ്. ഇത് നല്ല വർക്കാണ്, മിററിൻ്റെയും എന്താ പറയുക സ്റ്റോണിൻ്റെ ഒക്കെ വർക്കുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ മുന്താണ് ഇത്, അതുപോലെ തന്നെ ഇത് കുഞ്ചല. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സാരികൾ. ഇത് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ബ്ലാക്ക് ഗ്രീനിൻ്റെയും വേറൊരു വെർഷനാണ്. ഇതിനകത്ത് കണ്ടോ മെറൂണിൻ്റെയും ഗോൾഡിൻ്റെയും കൂടെ വർക്ക് വരും. പിന്നെ ഒരു ഫുള്ളെന്ന് വെച്ചാൽ ഇതിൻ്റെ വൈറ്റാണ്, അതിനകത്ത് തന്നെ ഗോൾഡൻ മെറൂൺ വർക്ക് വരുന്ന സാരി. എല്ലാ കളേഴ്സും അടങ്ങിയൊരു സാരിയാണെന്ന് പറയാം. ബ്ലാക്കും ബ്ലൂവും വൈറ്റും
ബ്രൗണും എല്ലാ കളറും. ഇതെന്ന് വെച്ചാൽ നല്ല റോസല്ല, ഡാർക്ക് റോസല്ല, ഒരു പിങ്കിഷ് റോസായിട്ട് വരും. അതിനകത്ത് ഒരു ഇതിൻ്റെ ഇതാണെങ്കിൽ നമ്മുടെ കശവണ്ട ഗോൾഡൻ, നല്ല വീതിക്കാണ് ഗോൾഡൻ്റെ ഇത് വന്നേക്കുന്നത്. ഇത് നല്ല ട്രെൻഡിങ് സാരി. ഇതിൻ്റെ പല പല മോഡൽസ് ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, പല കളേഴ്സിൽ പല മോഡൽസിൽ കണ്ടിട്ടുള്ളതാണ്. നല്ല സാരി കേട്ടോ. ഒരു എന്താ പറയുക, ഡാർക്ക് പിങ്ക് അല്ലല്ലോ, ഒരു ബേബി പിങ്കിനകത്ത് റോസ് ഫ്ലവേഴ്സ് വന്നിട്ട്. ഇതെനിക്ക് തോന്നുന്നു അമ്മയുടെ സാരിയാണെന്ന്, പഴയ സാരിയാണ് കേട്ടോ, പണ്ടത്തെ മോഡലാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് സാരി കേട്ടോ. മോക്ക് പട്ടുപാടയും ബ്ലൗസൊക്കെ തയ്ക്കാൻ കൊള്ളാം. ഇതാണ് കല്യാണത്തിന് മന്ത്രപൊടിയുടെ കൂടെ തരുമല്ലോ, നമ്മൾ എന്താ പറയുക, ചോറ് കഴിക്കാൻ നേരത്ത് സെറ്റ് സാരിയായിരുന്നു എനിക്ക്, അതായിരുന്നു ഇത് കേട്ടോ. ഇത് ഗ്രീനിനകത്ത് പല കളർ വരുവേ, സോറി ഗ്രീനല്ല, ബ്ലൂ, ഡാർക്ക് ബ്ലൂവിനകത്ത് വൈറ്റ് കളറും പല കളേഴ്സ് വരും, പല ഫ്ലവേഴ്സാണ് കൂടുതൽ, മിക്സഡ് ഫ്ലവേഴ്സ്. ഇതാണ് മൈ ലാസ്റ്റ് സാരി കളക്ഷൻസിലെ ലാസ്റ്റ് സാരി എന്ന് പറയാം കേട്ടോ. ഇതെൻ്റെ ബ്രദറിൻ്റെ കല്യാണത്തിനെടുത്ത സാരിയാണ്. ഇത് ഡാർക്ക് ബ്ലൂവിനകത്ത് ഗോൾഡൻ കളർ വന്നിട്ട്, ഇത് ഫുള്ള് കല്ലാണ് കേട്ടോ, ഫുള്ള് കല്ലാണേ. ഇപ്പോൾ കല്ലുകളിലെ ഇപ്പം ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ കല്ലുകൾ ഇളകുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാരിയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ് എനിക്ക് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് സാരിയൊക്കെ വാങ്ങിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ സാരി കളക്ഷൻ വീഡിയോസ് ചെയ്യാം. ഇത്രയൊക്കെ ഉള്ളൂ. ഒരുപാട് കൂട്ടുകാർ ചോദിച്ചായിരുന്നു, ലൈവിലൊക്കെ വരുമ്പോഴൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ, സാരി കളക്ഷൻ്റെ വീഡിയോ ചെയ്യാവോ ചേച്ചി, ചെയ്യാവോ എന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെങ്കിൽ ഒരു സാരി കളക്ഷൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് സാരി എന്നൊക്കെ പറയണേ. അപ്പോൾ വീഡിയോസ് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. എല്ലാവരും ഇനിയും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.